വടകരയിൽ കള്ളവോട്ടിന് സിപിഐഎം നീക്കമെന്ന കോൺഗ്രസ് ഹൈക്കോടതിയിൽ. മണ്ഡലത്തിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന യുഡിഎഫ് ചീഫ് ഇലക്ഷൻ ഏജന്റ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. മരിച്ചവർ, വിദേശത്തുള്ളവർ തുടങ്ങിയവരുടെ പേരിൽ വരെ വോട്ട് ചെയ്യാനാണ് നീക്കം. പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ ചായ്വുള്ളവരാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം ദേവരാജ്, എന്തൊക്കെ ഘടകങ്ങൾ ഇതിനാധാരമായി അവരുടെ മുന്നിൽ തെളിവായുണ്ട്? അക്കാര്യങ്ങളൊക്കെ കോടതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം UDFിന്റെ വടകരയിലെ ചീഫ് ഇലക്ഷൻ ഏജന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറാണ് ഇത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. കള്ളവോട്ടിന് CPIഎമ്മിന്റെ നീക്കമെന്നാണ് UDFിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. കേന്ദ്രസേനയെ വിന്യസിക്കണം എന്നാണ് കോൺഗ്രസ് UDF ആവശ്യപ്പെടുന്നത്. ഒപ്പം മരിച്ചവർ, വിദേശത്ത് നിന്നുള്ളവർ തുടങ്ങിയവരുടെ പേരിൽ വരെ വോട്ട് ചെയ്യാൻ നീക്കമുണ്ട് എന്നും UDF ആരോപിക്കുന്നുണ്ട്. പോളിംഗ് സ്റ്റേഷനുകളിൽ ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തണം. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ പോളിംഗ് ഏജന്റുമാരെ CPIഎമ്മിന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത് തടയാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും UDFിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആവശ്യപ്പെടുന്നുണ്ട്. പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ ചായ്വുള്ളവരാണ്. ഇവർ ഇടതുപക്ഷത്തിന് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുമെന്ന ആശങ്കയുണ്ട് എന്ന കാര്യവുമാണ് ഈ ഹർജിയിൽ സൂചിപ്പിക്കുന്നത്. ഒപ്പം പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ഹർജിയിൽ UDF ഈ ഹർജിയിൽ പരാമർശിക്കുന്നുണ്ട്. ഹർജി ഹൈക്കോടതിയുടെ ഇന്ന് തന്നെ പരിഗണനയ്ക്ക് വന്നേക്കും. ഓക്കെ, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.